തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായെന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിശദീകരണം നൽകും. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി സൂര്യ ഗായത്രിയാണ് ഉള്ളത്. സൂര്യ, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായതല്ല, അത് മാറ്റിവെച്ചത് ആണ് എന്നുള്ള കാര്യം. അത് ഇന്നും ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും വൃന്ദ, യൂറോളജി വിഭാഗത്തിലെ ഓസിലോസ്കോപ്പ് എന്ന ഉപകരണ ഭാഗം കാണാനില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കലിന് നേരെ സംശയം ഉയർത്തുന്ന ഒരു ആരോപണം കൂടിയാണത്. അത് വിദഗ്ധ സമിതി തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഉള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസം ഹാരിസ് ചിറക്കൽ അവധിയിലായിരുന്നു. ആ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് കയറുന്ന സമയത്ത് ഏത് അന്വേഷണവുമായിട്ടും താൻ സഹകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഹാരിസ് ചിറക്കലിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ ഉപകരണം കാണാതെ പോയിട്ടില്ല, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഓസിലേറ്റർ എന്ന ഉപകരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഓസിലോസ്കോപ്പ്. നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ പ്രകാരമാണെങ്കിൽ 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ശശി തരൂരിന്റെ MP ഫണ്ടിൽ നിന്ന് എടുത്തു വാങ്ങിയ ഉപകരണമാണ് കാണാതെ പോയത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എപ്പോഴും ഓസിലോസ്കോപ്പ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഹാരിസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഓസിലേറ്റർ എന്ന ഉപകരണത്തിനാണ് ഏറ്റവും വില കൂടുതലുള്ളത്. ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് ആ ഉപകരണത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിന് ഈ പറയുന്ന അത്രയും വില ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഉപകരണം അത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ്. ഇപ്പോൾ യൂറോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാരും തന്നെ ഈ ഉപകരണം ഉപയോഗിക്കാറില്ല. കാരണം അവർക്ക് അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല. അത് കൂടാതെ തന്നെ ആ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയയോ മറ്റോ നടത്തുകയാണെങ്കിൽ അതിന് അധികം സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ പരിശീലനം ലഭിക്കാത്തതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ആ ഉപകരണം എടുക്കാത്തത് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെ എടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട്. അല്ലാതെ കാണാതെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി കഴിഞ്ഞു. അത് വിദഗ്ധ സമിതിക്ക് മുമ്പാകെ താൻ പറഞ്ഞതാണ് എന്നുള്ള കാര്യമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതെങ്കിൽ ഉപകരണം കാണാനില്ല എന്നുള്ള മൊഴിയാണ് ഹാരിസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. അതൊക്കെ തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആര് പറയുന്നതാണ് ശരിയായത് എന്നുള്ളത് വലിയ അവ്യക്തതയോടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഉപകരണം കാണാനില്ല എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആ ഉപകരണം സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഉപകരണത്തെ സംബന്ധിച്ചൊന്നും വിദഗ്ധ സമിതി കൂടുതൽ പരിശോധനകളോ അല്ലെങ്കിൽ മൊഴികളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹാരിസ് ചിറക്കലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഉപകരണം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം താൻ വിദഗ്ധ സമിതിക്ക് മുമ്പാകെ പറഞ്ഞതാണ്, അവരെ അറിയിച്ചതാണ് എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ ഉപകരണം കാണാതെ പോയി എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ആ ഉപകരണം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. അവിടെ എത്തി ഉപകരണം അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നടപടി, പിന്നെ എന്ത് മറുപടിയാണ് വിദഗ്ധ സമിതിയും അതുപോലെ തന്നെ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരോഗ്യ വകുപ്പിനും ഒക്കെ പറയാനുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള സമയത്താണ് ഈ ഒരു കണ്ടെത്തൽ ആരോപണവും കൂടി ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സമയത്താണ് ഇത്തരത്തിലുള്ള ആരോപണം കൂടി ഉയരുന്നത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ അന്വേഷിച്ച 4 അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ടിലാണ് ഈ വിവരവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിടാൻ തയ്യാറാകാത്ത ആരോഗ്യ വകുപ്പ് ആ റിപ്പോർട്ടിലെ ഉപകരണം കാണാനില്ല എന്നുള്ള വിവരം മാത്രം പുറത്തുവിട്ടതിലും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ കുറ്റം ആരോപിക്കാൻ, മോഷണ കുറ്റം ആരോപിക്കാൻ അദ്ദേഹത്തിന്
ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങളാണോ അതെന്നുള്ള തരത്തിലൊക്കെ വിമർശനം ഉയരുകയും അത് ഇപ്പോഴും അത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ ഹാരിസ് ചിറക്കൽ മറുപടി നൽകിയിട്ടില്ല. തനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അന്വേഷണം നടക്കട്ടെ, പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഡോക്ടറും വ്യക്തമാക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നിപ്പോൾ ഡ്യൂട്ടിയിലേക്ക് വീണ്ടും കയറുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉപകരണ മോഷണ ആരോപണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണത്തിന് മൊഴി നൽകും, തന്റെ വിശദീകരണം നൽകുമെന്നുള്ളതാണ്. അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന്റെ അടക്കമുള്ള വിശദീകരണം അദ്ദേഹം നൽകിയിട്ടില്ല. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും മറുവശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉപകരണവും സംബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട്. ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഹാരിസ് ചിറക്കൽ പറയുന്നത് ശരിയാണെങ്കിൽ അത് അത്ര താമസിക്കാതെ തന്നെ അത് ഈ വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത്. ശരി, വ്യക്തമാണ് സൂര്യ.